ഹായ് എവറി വൺ, വെൽക്കം ടു ലീബ്യൂട്ട് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദിലീന. നിങ്ങൾക്ക് സ്ഥലമൊന്നും മാറിയിട്ടില്ല കേട്ടോ, രാഹുൽ സർ ഇവിടെ തന്നെയുണ്ട്. എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഹെയറിനെ പറ്റിയിട്ടും സ്കിന്നിനെ പറ്റിയിട്ടും ഒക്കെ. അങ്ങനെ ഞാൻ രാഹുൽ സാറിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് സാർ ഓൾറെഡി ഒരു യൂട്യൂബ് ചാനലിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു. സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓക്കെ ദിലീന, എന്നാൽ പിന്നെ ഇന്നത്തെ സെഷൻ ദിലീനയുടെ ഡൗട്ട് ക്ലിയറിങ് ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് സാറോട് ഡിസ്കസ് ചെയ്യാം. വീഡിയോയിലേക്ക് പോവാം. ഹായ് എവരി വൺ. ഇപ്പോൾ ഡിലീന പറഞ്ഞതുപോലെ ഡിലീനയ്ക്ക് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡിലീന ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഡിലീന പറഞ്ഞോളൂ, എന്തൊക്കെ ഡൗട്ട്സും കാര്യങ്ങളുമാണ് ഡിലീനയ്ക്ക് എൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്? ഓക്കെ സർ, അപ്പോൾ ഞാനിവിടെ വരുന്നതിന് മുന്നേ എനിക്ക് കളറിങ്ങിനെ പറ്റിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഈ ഹെയർ കളറിംഗ് എന്ന് വെച്ചാൽ റെഡ് ബ്രൗൺ കളേഴ്സ് ഒക്കെ ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഡൈ എന്ന് പറയുമ്പോൾ ഈ നരച്ച മുടി മാറാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ശരിക്കും ഈ ടെർമിനോളജീസ് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും വെച്ചാൽ പണ്ടൊക്കെ ആൾക്കാർക്ക് ചില നമ്മൾക്ക് അറിയാവുന്ന പോലെ നമ്മൾ ഡ്രസ്സിന് കളർ ചേഞ്ച് ചെയ്യാനാണ് ഡൈയിങ് എന്നൊക്കെ പറയും. ഓക്കെ, പക്ഷേ ഇപ്പോഴും ആൾക്കാർ ഡൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴും ആൾക്കാരുടെ ഹെയർ ബ്ലാക്ക് ആക്കി തരുന്നൊരു കളറാണ് ഡൈ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ പിന്നെ കളറിങ് എന്ന് പറയുമ്പോൾ ആൾക്കാർ എല്ലാവരെയും പേടിക്കും. അയ്യോ, ചുമന്ന കളറാണോ നീല കളറാണോ ചെയ്യാൻ പോകുന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പോൾ കളറിങ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ബ്ലാക്ക് കളർ മുതൽ നമുക്ക് ഏതൊരു വേരിയസ് ടൈപ്പ് കളേഴ്സ് നമുക്ക് ഹെയറിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈവൻ വേർഡ്സ് എല്ലാം ഒരേപോലെ വരുവാണെങ്കിലും ഇപ്പം ലൈക്ക് പ്രൊഫഷണലി കളറിംഗ് എന്നാണ് പറയുന്നത്. ഡൈ എന്ന് വെച്ചാൽ പണ്ട് ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു വാക്കാണ് ഡൈ എന്ന് പറയുന്നത്. പക്ഷേ രണ്ടിൻ്റെയും പ്രോസസ്സ് എന്നൊക്കെ പറയുന്നത് ഒരേപോലെയാണ്, സെയിം ആണ്. അപ്പോൾ സർ, നമ്മുടെ അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത് ഈ റീറ്റെയിൽ മാർക്കറ്റിൽ കിട്ടുന്ന കളറും നമ്മുടെ പ്രൊഫഷണൽ സലൂണിൽ കിട്ടുന്ന കളേഴ്സും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഓക്കെ, ഞാൻ ആദ്യമേ ഇപ്പോൾ പറയാം റീറ്റെയിൽ മാർക്കറ്റിൽ കിട്ടുന്ന കളേഴ്സിനെ പറ്റി പറയാം. നമുക്കാണെങ്കിൽ ഈവൻ ഒരുപാട് കമ്പനീസിൻ്റെ കളേഴ്സ് അവൈലബിൾ ആണ് റീറ്റെയിൽ മാർക്കറ്റ്സിൽ. അതിന് ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ അതെല്ലാം സെമി പെർമനൻറ്റ് കളേഴ്സ് ആയിരിക്കും റീറ്റെയിൽ മാർക്കറ്റ്സിൽ കിട്ടുന്നത്. വെച്ചാൽ നമ്മളിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരു 7 ദിവസം കഴിയുമ്പോൾ അതൊരു ഹെന്ന കോട്ടഡ് ഒരു ബ്രൗൺ ആൻഡ് ഗോൾഡൻ നിറത്തിലേക്ക് പോകും. ഓക്കെ, പിന്നെ അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ അതിനകത്ത് കെമിക്കൽ കണ്ടൻസ് കൂടുതലായിരിക്കും. ഓക്കെ, യൂഷ്വലി എല്ലാവരും കളറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആയിരിക്കും അതായിരിക്കും കെമിക്കൽസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയായിരിക്കും. അത് നമ്മുടെ സ്കാൽപ്പിന് കംഫർട്ടാണോ ഹെയറിന് കംഫർട്ടാണോ? പിന്നെ കളർ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻസ്, കളർ എന്ന് വെച്ചാൽ ഒരുപാട് കെമിക്കൽസ് ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് കളർ. എന്നുവെച്ചാൽ കളർ എപ്പോഴും ആൽക്കലൈൻ ബേസ്ഡ് ആയിരിക്കും. ഈ ആൽക്കലൈൻ ബേസ്ഡിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആക്കും, ഹെയർ ഡ്രൈ ആക്കും, പിന്നെ ഹെയറിന് ഡാമേജസ് ഉണ്ടാക്കും. ഓക്കെ, പിന്നെ ഉള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന കളേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ടെക്നോളജിയിലല്ല വർക്ക് ചെയ്യുന്നത്. അതുപോലെ യൂഷ്വലി പ്രൊഫഷണൽ കളേഴ്സ് വരുമ്പം അത് ഏതെങ്കിലും ഒരു ടെക്നോളജി ബേസ്ഡ് ആയിരിക്കും കളേഴ്സ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. ചില നമുക്കാണെങ്കിൽ എക്സാമ്പിൾ നമുക്ക് ഒരു പ്രൊഫഷണൽ കളേഴ്സ് ഉണ്ട്, ഒരു അമോണിയ ഫ്രീ, അത് ഓയിൽ ഡെലിവറി സിസ്റ്റം ODS ടെക്നോളജി എന്ന് പറഞ്ഞ ടെക്നോളജി. യൂഷ്വലി പ്രൊഫഷണൽ കളേഴ്സിന് എന്തുകൊണ്ടാണ് ടെക്നോളജീസ് എന്ന് വെച്ചാൽ പ്രൊഫഷണൽ കളേഴ്സിന് അറിയാം, ഒരു ഹെയർ സ്റ്റൈലിസ്റ്റിന് അറിയാം ഒരു കളർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസും കാര്യങ്ങളും ഒരു ഹെയർ സ്റ്റൈലിസ്റ്റിന് അറിയാം. എന്നുവെച്ചാൽ മേ ബി ഹെയർ ഡ്രൈ ആവും, ഡാമേജ് ആവും, പിന്നെ ഒരു കളറിങ് കഴിയുമ്പോഴത്തേക്ക് ക്ലയൻറ്റിൻ്റെ സ്കാൽപ്പ് നല്ല രീതിയിൽ ഡ്രൈ ആവും. അപ്പം ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാൽ കോസ്മെറ്റിക് കെയർ പ്രോഡക്ട്സ് ആണ്. മറ്റേത് കെമിക്കൽ പ്രോഡക്ട്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ കളറിങ്ങിനകത്ത് പ്രൊഫഷണൽ കളറിങ്ങിനകത്ത് വരുമ്പോൾ അത് കോസ്മെറ്റിക് കെയർ പ്രോഡക്ട്സ് ആയിട്ടായിരിക്കും വരുന്നത്. വെച്ചാൽ നമ്മുടെ ഹെയറിനും സ്കാൽപ്പിനും ഒക്കെ കംഫർട്ടായിട്ടും പിന്നെ ഹെയറിന് ഒരുപാട് ഡീപ്പ് കണ്ടീഷനിങ് പോലെ വരാൻ വേണ്ടിയിട്ടും ചില ഡീപ്പ് കണ്ടീഷനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കും ആ ഒരു പ്രൊഫഷണൽ കളേഴ്സിന് വരുന്നത്. പിന്നെ പ്രൊഫഷണൽ കളേഴ്സിനാകുമ്പോഴത്തേക്ക് ഒരുപാട് വേരിയസ് ഷെയ്ഡ്സ് ഉണ്ട്. ഈവൻ ഡാർക്ക് ബ്രൗൺ മുതൽ അങ്ങ് നമുക്ക് ഏതൊക്കെ കളേഴ്സ് അച്ചീവ് ചെയ്യണോ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഷെയ്ഡ്സും കാര്യങ്ങളും വരും. പക്ഷേ നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ബൈ ചെയ്യുവാണെങ്കിൽ ലിമിറ്റഡ് ഷെയ്ഡ്സ് മാത്രമേ കാണത്തുള്ളൂ. മേ ബി ബ്ലാക്ക്, മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും എപ്പോഴും ചൂസ് ചെയ്യുന്നൊരു ഷെയ്ഡ് അത് ബ്ലാക്ക് ആയിരിക്കും. ബ്ലാക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ബ്ലാക്ക് ആണെങ്കിൽ തിക്ക് കോട്ടിങ് ആണ് നമ്മുടെ ഹെയറിൽ തരുന്നത്. അപ്പോൾ നമ്മളിപ്പം ഒരു ഹെയറില്ലാത്ത ഒരാൾ ഇപ്പോൾ ഒരു ബ്ലാക്ക് കളർ ചൂസ് ചെയ്യുവാണെങ്കിൽ ഒരു കളറിങ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കാൽപ്പും ഹെയർ ലൈനും എല്ലാം നല്ല രീതിയിൽ ബ്ലാക്ക് ആയിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഹെയറിനൊരു തിക്ക് ഫീലിംഗ് തോന്നും. ചില ഹെയർ നല്ല തിക്കായിട്ട് ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് വെച്ചാൽ ആ ഒരു പിഗ്മെൻറ്റിൻ്റെ ഒരു സ്ട്രെങ്ത് ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ ബ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ ബ്ലാക്ക് കളർ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ചില എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്, എല്ലാവരും പോയിട്ട് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്സ് ഒക്കെ ആയിരിക്കും പോയി പിക്ക് ചെയ്യുന്നത്. ഇതേപോലെ ഷെയ്ഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ഹെയറിൻ്റെ തിക്നെസ്സാണ് കൂടുന്നത്. വെച്ചാൽ അത്രയും തിക്ക് കോട്ടിംഗ് ആണ് നമ്മുടെ ഹെയറിന് കൊടുക്കുന്നത്. അത്രയും തിക്ക് കോട്ടിംഗ് ആകുമ്പോഴത്തേക്ക് കുറേ കഴിയുമ്പോൾ നമ്മുടെ ഹെയർ ഡ്രൈ ആവും. അത് കഴിയുമ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിനുള്ള ബ്രേക്കേജസ് ചാൻസസ് ഉണ്ട്. പിന്നെ ഒരുപാട് ഫ്രിസി അൺമാനേജബിൾ ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ മുഖത്ത് പിഗ്മെൻറ്റേഷൻസിൻ്റെ ഒക്കെ ഉള്ളൊരു
പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കും. അതാണ് യൂഷ്വലി നമ്മുടെ ആ ഒരു റീറ്റെയിൽ സ്റ്റോർ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന കളേഴ്സിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ഓർഡേഴ്സ് എന്ന് വെച്ചാൽ അമോണിയയുടെ കണ്ടൻറ്റും ഒക്കെ ഭയങ്കര ഹൈ ആയിരിക്കും. ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഒരു സഫക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ചിലർക്ക് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഏറ്റവും നമ്മുടെ സ്കാൽപ്പ് കംഫർട്ട് വെച്ചാൽ ഇത് നമുക്ക് 1, 2, 3 അല്ലെങ്കിൽ 1 മാസം കൊണ്ടോ നിർത്താൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ അല്ല കളറിംഗ് എന്ന് വെച്ചാൽ. പക്ഷേ നമ്മൾ എന്നൊക്കെ നമുക്ക് ഗ്രേ ഹെയർസ് ഉണ്ടോ അന്നൊക്കെ ചിലർ കുറേ നാൾ കഴിയുമ്പം ഓരോ റീസൺസ് വരും ഓരോരുത്തർക്ക്. ആ ടൈമിലെല്ലാം അവരിങ്ങനെ കളേഴ്സ് സ്റ്റോപ്പ് ചെയ്യണോ കണ്ടിന്യൂ ചെയ്യണോ ഏത് കളർ ചൂസ് ചെയ്യണോ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ആണുള്ളത്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കംഫർട്ടായിട്ടും ഇതേപോലെ ഈ പ്രൊഫഷണൽ കളേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞു നമുക്ക് അമോണിയ കളേഴ്സ് ഉണ്ട്, അമോണിയ ഫ്രീ കളേഴ്സ് ഉണ്ട് എന്നുള്ളത്. ശരിക്കും ഈ അമോണിയ ഫ്രീ കളേഴ്സ് പറയുന്നത് കെമിക്കൽ ഫ്രീ കളേഴ്സ് ആണോ, എന്താണ് സംഭവം? ദലീന, ഈവൻ അമോണിയ ഫ്രീ എന്ന് പറയുന്നത് കെമിക്കൽ ഫ്രീ ഹെയർ കളേഴ്സ് ഒന്നുമല്ല. ഇപ്പം അമോണിയ ഫ്രീ എന്ന് വെച്ചാൽ യൂഷ്വലി ഒരുപാട് ആൾക്കാർക്ക് ഈവൻ അമോണിയയുടെ ഓർഡേഴ്സ് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. പിന്നെ എസ്പെഷ്യലി നമ്മുടെ സ്കാൽപ്പ് കംഫർട്ടാണ്. ചില സെൻസിറ്റീവ് സ്കാൽപ്പിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അമോണിയ ഫ്രീ കളേഴ്സ് യൂസ് ചെയ്യുന്നത്. ചില ഈവൻ എല്ലാവർക്കും ഈ കളറിങ് കഴിയുമ്പോഴത്തേക്ക് സ്കാൽപ്പിന് ഇച്ചിങ് വരും, മേ ബി റെഡ്നെസ് ഒക്കെ വരും. അതല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് സ്കാൽപ്പ് വരെ നമുക്ക് ചില ക്ലയൻസിന് ഭയങ്കര സെൻസിറ്റീവ് സ്കാൽപ്പ് വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്ലയൻസിനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ അമോണിയ ഫ്രീ കളേഴ്സ് യൂസ് ചെയ്യുന്നത്. അമോണിയ ഒരു കളറിങ്ങിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് അമോണിയ, ഹൈഡ്രജൻ പെറോക്സൈഡ് ആൻഡ് PPD എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഈ ഓർഡർ കാരണമാണ് നമുക്കറിയാമല്ലോ അമോണിയ എന്ന് പറയുന്നൊരു ഭയങ്കര ഡിസ്കംഫർട്ടായിരിക്കും. അപ്പോൾ സ്കാൽപ്പിൽ വരുമ്പോൾ അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അത്രയും അതിന് വേണ്ടിയിട്ടാണ് അമോണിയ കളേഴ്സ് നമ്മൾ അമോണിയ ഫ്രീ കളേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ സാർ, അപ്പോൾ നമുക്ക് ചിലർക്ക് ഈ കളർ ചെയ്ത് കഴിഞ്ഞാൽ അലർജി ഉണ്ടാവാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുഖത്ത് പിഗ്മെന്റേഷൻസ് വരാറുണ്ട്. ശരിക്കും അതെന്തുകൊണ്ടാണ് വരുന്നത്? ഏതൊരു കളേഴ്സും എപ്പോഴും ആർക്കും അലർജി വരാം. ഓക്കെ, എക്സാമ്പിൾ എൻ്റെ അമ്മ എടുത്താൽ മതി. ഓക്കെ, ഞങ്ങളുടെ അമ്മ വർഷങ്ങളായിട്ട് ഹെയർ കളർ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതും ഈവൻ പ്രൊഫഷണൽ കളേഴ്സാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം സഡൻലി പെട്ടെന്ന് സ്കിന്ന് സെൻസിറ്റീവായി അലർജിയൊക്കെ ഫോം ചെയ്ത് അലർജി നമുക്ക് ഏതൊരു നിമിഷവും ഉണ്ടാവാം. ഓക്കെ, ചിലപ്പോൾ ലാസ്റ്റ് മന്ത് നമുക്ക് കളറിങ് ചെയ്തു, അപ്പോൾ ലാസ്റ്റ് മന്ത് അലർജി വന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം ചെന്നപ്പോൾ അപ്പോൾ ആൾക്കാർക്ക് എക്സ്പയർ കഴിഞ്ഞ പ്രോഡക്ട്സ് ആയിരിക്കും, നിങ്ങൾ വേറെ മാറ്റും, അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ഏത് സമയവും നമുക്ക് സ്കിന്ന് അലർജീസ് ഉണ്ടാവാം. ഓക്കെ, പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അലർജി ടെസ്റ്റ്. ഓക്കെ, ഒരു 48 hours മുമ്പ് നമ്മൾ ഈ ഒരു പാച്ച് ടെസ്റ്റ് നമ്മുടെ ചെവിയുടെ ബാക്കിലോ കഴുത്തിൻ്റെ ബാക്കിലോ ഒക്കെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു റിയാക്ഷൻസോ അലർജിയോസോ ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ കളറിങ് ഈവനോട്ട് കടക്കാവൂ. ഓക്കെ, പിന്നെ ഉള്ള ഒരു പ്രോബ്ലംസ് എന്ന് വെച്ചാൽ പിന്നെ യൂഷ്വലി കളർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്ന കളേഴ്സിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കണം. ഓക്കെ, പിന്നെ എന്ത് അലർജിയാണെന്ന് നോക്കണം. ഓക്കെ, പിന്നെ അലർജി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ലീഡിങ് ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ 24 hours അവരുടെ മെഡിക്കേഷനിൽ അലർജി മാറുന്നില്ല. ആരും അത് പാനിക് ആവരുത്. ആ എത്ര സിവിയർ അലർജി ആണെങ്കിലും അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കളറിങ് അലർജീസ് എന്ന് പറയുന്ന ഒരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് അല്ല. ചില ആൾക്കാർക്ക് എപ്പോഴും അലർജി വരാം. ഇപ്പം നമുക്ക് തന്നെ ചില ഫുഡ് അലർജീസ് വരും, നമുക്കാണെങ്കിൽ ചിലപ്പോൾ തുമ്മൽ വരും. ഇതൊക്കെ ഒരു അലർജിയുടെ പാർട്ടാണ്. അതേപോലെ ഒരു ഇതാണ്. ഇതൊക്കെ നമ്മൾ നല്ല ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറ്റാം. പക്ഷേ നമ്മൾ നല്ലൊരു സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്താൽ മതി. പറഞ്ഞ പോലെ പിന്നെ കളറിങ് ചെയ്യുന്നവർക്ക് ഒരുപാട് നാൾ കഴിയുമ്പോൾ പിഗ്മെന്റേഷൻസും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. ഓക്കെ, അതും ഞാൻ പറഞ്ഞില്ലേ കളറിന്റെ ചില ഇൻഗ്രീഡിയൻസ് കെമിക്കൽസ് ആണ്. ഓക്കെ, വിത്തൗട്ട് കെമിക്കൽസ് നമുക്ക് ഒരിക്കലും കളേഴ്സ് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു കെമിക്കൽസ് ചിലപ്പോൾ നമ്മളിപ്പോൾ ഹെയർ കളറിന്റെ അമോണിയ, ഹൈഡ്രജൻ പെറോക്സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇവൻ പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഈ സെയിം ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കെയറിലും സ്കിന്നിലും എല്ലാം കാണും. ഓക്കെ, അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് വെയിലും കൂടെ അടിച്ച് നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്ക് ഓക്സിഡൈസേഷൻ ഒക്കെ സംഭവിക്കും ഹെയറിനും ഒക്കെ. അപ്പോൾ ആ ഒരു ടൈമിലാകുമ്പോൾ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് ആൾക്കാർക്ക് പിഗ്മെന്റേഷൻസ് ഒക്കെ ഫോം ചെയ്യാനുണ്ട്. പിന്നെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഈ ബേസ് കളേഴ്സ്, ഈ ഡാർക്ക് ബ്രൗൺ, ജെറ്റ് ബ്ലാക്ക് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് പിഗ്മെന്റേഷൻ ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഇവൻ ഗ്രാജുവലി ആയിരിക്കും പിഗ്മെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആസ് ഓഫ് സഡൻ പെട്ടെന്ന് ഒരാൾക്ക് അങ്ങ് പിഗ്മെന്റേഷൻ ഒന്നും വരത്തില്ല, ഗ്രാജുവലിയാണ്. പക്ഷെ അത് ആർക്കും പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. വെച്ചാൽ ഞാനിപ്പോൾ ഞാൻ ഡെയിലി എൻ്റെ ഞാൻ എൻ്റെ മുഖത്ത് കണ്ണാടിയിൽ നോക്കുകയാണ്. അപ്പോൾ എൻ്റെ മുഖത്ത് വലിയൊരു വിസിബിലിറ്റി ചേഞ്ചസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ വേറൊരാൾ വന്ന് എന്നെ നോക്കുകയാണ്, അയ്യോ മുമ്പത്തേക്കായിട്ട് ഒരുപാട് കളർ കുറഞ്ഞു പോയല്ലോ. അപ്പോഴത്തേക്കാണ് നമ്മൾ അയ്യോ ഞാൻ കളർ ചെയ്തിട്ടായിരിക്കും. ഓക്കെ, കളർ ദർസ് എ ചാൻസ് ഫോർ പിഗ്മെന്റേഷൻ. പക്ഷെ അത് എല്ലാവർക്കും ഇല്ല, ചില ആൾക്കാരിൽ മാത്രമാണത്. അത് വെച്ചാൽ ഒരു ഫോട്ടോ സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാർക്ക് ചില വെയിലടിച്ച് പെട്ടെന്ന് കറക്കും. പിന്നെ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ കൊണ്ടുള്ള കളറിങ് വരും. അങ്ങനെ ഉള്ള ആൾക്കാർക്ക് എൻ്റെ ഒരു അഡ്വൈസ്, നിങ്ങൾ ആൻറ്റി പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ്സോ അല്ലെങ്കിൽ ആൻറ്റി ടാൻ ട്രീറ്റ്മെന്റ്സ് എടുക്കുക. പിന്നെ ഈ പിഗ്മെന്റേഷൻ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
പിന്നെ ക്രീംസ് യൂസ് ചെയ്യുക, പിന്നെ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഓക്കെ, അവരെപ്പോൾ സ്റ്റെപ്പ് ഔട്ട് ആവുന്നോ, ഓക്കെ, എപ്പോൾ വെളിക്ക് പോകുന്നോ അല്ലെങ്കിൽ അകത്തിരിക്കുന്നോ എന്നുവെച്ചാൽ ഇവൻ എല്ലാവരുടെ ഒരു ധാരണ സൺസ്ക്രീൻ വെളിക്ക് പോകുമ്പോൾ മാത്രം മതി. അല്ല, നമ്മളിപ്പോൾ വീട്ടിൽ കാണുന്ന ലൈറ്റ്സിന് പോലും UV ലൈറ്റ്സ് ഒക്കെ ഉണ്ടെന്നാണ് നമുക്കറിയാവുന്നത്. പിന്നെ നമ്മുടെ വാട്ടറിൽ എല്ലാം UV ഫിൽറ്റർ സംതിങ് എല്ലാം നമുക്കിപ്പോൾ അറിയാമല്ലോ. അപ്പോൾ നമ്മൾ വീടിനകത്തിരുന്നാലും പുറത്തിരുന്നാലും SPF നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഈ കളറിങ് കഴിഞ്ഞിട്ടുള്ള പിഗ്മെന്റേഷൻ വരുന്ന ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. വെച്ചാൽ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഷെയ്ഡ്സ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരിക്കലും ഡാർക്കർ ഷെയ്ഡ് വെച്ചാൽ ജെറ്റ് ബ്ലാക്ക് ആ ഒരു ഷെയ്ഡ്സിലോട്ട് ഒരിക്കലും പോകരുത്. പിന്നെ നമുക്ക് ഇതേപോലെ മെറ്റാലിക് കളേഴ്സ് കിട്ടും സൂപ്പർ മാർക്കറ്റ്സിൽ. ഈ പൗഡർ ഫോമിലുള്ള ഈ 5 മിനിറ്റിലൊക്കെ കളേഴ്സ് ചെയ്യുന്ന പോലുള്ള കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ എൻ്റെ അഡ്വൈസിൽ ഒരിക്കലും ഒരു നാച്ചുറൽ വെച്ചാൽ ഒരു നമ്മുടെ ടെക്നിക്കലി ഒരു 35 to 40 മിനിറ്റ്സ് ആണ് ഒരു കളറിങ് ഡെവലപ്മെന്റ് ടൈം. ഓക്കെ, ആ ഒരു ടൈമിലാണ് ഒരു കളറിങ് നമ്മുടെ ഹെയറിൽ ഡെപ്പോസിറ്റ് ആവുന്നത്. ഈ എക്സ്പ്രസ് കളേഴ്സ്, ഓക്കെ, 5 minutes 10 minutes കളേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഹൈലി പിഗ്മെന്റഡും ഹൈലി കെമിക്കൽസും ആയിരിക്കും ആ കളർ ക്വിക്ക് അബ്സോർപ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് എന്തായാലും വരും. പിന്നെ ഈ പ്രൊഫഷണൽ കളേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ടെക്നോളജീസിലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്കറിയാം ക്ലയൻറ്റിൻ്റെ എന്തൊക്കെ ഡിസ്കംഫർട്ട് വരാം കളറിങ് ചെയ്യുമ്പോഴത്തേക്ക്, എന്തൊക്കെ ഹെയറിന് പ്രോബ്ലംസ് വരാം, അതെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കളേഴ്സ്. പിന്നെ ഒരു എക്സ്പേർട്ടിന് അറിയാം നമ്മുടെ ബേസ് ഷെയ്ഡ്സ് ഏതാണ്, ഓക്കെ, കളറിങ് ഏത് ടെക്നിക്കിൽ യൂസ് ചെയ്യണം, ഓക്കെ, അതെല്ലാം ഒരു എക്സ്പേർട്സിന് അറിയാം. വെച്ചാൽ ഇവർ എല്ലാ പ്രൊഫഷണൽ കമ്പനീസും ആ ഒരു കളറിങ് ഹെയർ സ്റ്റൈലിസ്റ്റിനാണെങ്കിലും എല്ലാം ആണെങ്കിലും അവരുടെ ടെക്നിക്കൽ നോളജും ഈവൻ ആപ്ലിക്കേഷൻ ടെക്നിക്സും മിക്സിങ് റേഷ്യോ അതെല്ലാം അവർക്കറിയാം. അപ്പോൾ അവർ അത്രത്തോളം സേഫസ്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും കളർ ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴാണെങ്കിൽ പറയുവാണെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ സ്കാൽപ്പ് കംഫർട്ട് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ്, സ്കാൽപ്പ് കംഫർട്ട് ചെയ്യാൻ പറ്റുള്ള ക്രീംസ്, ഈവൻ സ്കിൻ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ക്രീംസ്, ഇതെല്ലാം യൂസ് ചെയ്തിട്ടായിരിക്കും ഈവൻ പ്രൊഫഷണൽ സലോൺസിൽ കളേഴ്സ് ചെയ്യുന്നത്. പക്ഷേ യൂഷ്വലി നമ്മൾ ചെയ്യുമ്പോൾ ഈവൻ നമ്മളിപ്പോൾ ഒരു ബോക്സ് കളേഴ്സ് മേടിച്ചാൽ അതിൻ്റെ ഗ്ലൗസും കാണും, ഒരു കണ്ടീഷണറും കാണും, ഓക്കെ. പക്ഷെ അതൊന്നും വെച്ചിട്ട് നമുക്ക് ഈവൻ ചെയ്യാം. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ഔട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ചെയ്യുന്ന എപ്പോഴും സ്കിന്നിനകത്തും ക്ലോസ്ഡ് റൂട്ട്സിനകത്തും ആയിരിക്കും. അപ്പോൾ നമ്മൾ അത്രത്തോളം കെയർഫുൾ ആയിരിക്കണം. നമ്മൾ വെച്ചാൽ ഇതൊരു ഞാൻ പറഞ്ഞ പോലെ ഒരു 1 or 2 days കൊണ്ട് എൻഡ് ചെയ്യുന്നൊരു പ്രോസസ്സ് അല്ല, ഓക്കെ. ചിലർ ലൈഫ് ലോങ് വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചിലർ അത് കഴിയുമ്പോൾ ബ്രേക്കപ്പ് കൊടുക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എപ്പോഴാണെങ്കിലും നിങ്ങളൊരു പ്രൊഫഷണൽ എക്സ്പേർട്സിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യാനാണ് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത്. സർ, ഇപ്പോൾ പ്രൊഫഷണൽ കളേഴ്സിനെ പറ്റി പറഞ്ഞല്ലോ, നമുക്കിപ്പം ഓൺലൈൻ സൈറ്റ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തനിയെ മേടിച്ചിട്ട് ഇത് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ്? ദലീന പറഞ്ഞ പോലെ പ്രൊഫഷണൽ കളേഴ്സ് ഈ ഓൺലൈനിലായി കിട്ടുന്ന എത്ര ജെനുവിൻ പ്രോഡക്ട്സ് ആണെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. എപ്പോഴും നമുക്കൊരു പ്രൊഫഷണൽ ഡിസ്ട്രിബ്യൂട്ടർ, ലൈക്ക് ഇപ്പം ഈവൻ ഏതൊരു കമ്പനീസിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് ഈ പ്രൊഫഷണൽ പ്രോഡക്ട്സ് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അവരിൽ നിന്നാണ് നമ്മൾ യൂഷ്വലി കളർ പർച്ചേസ് ചെയ്യുന്നത്. ഓൺലൈനിൽ ഇപ്പം ഒരുപാട് ഡ്യൂപ്ലിക്കേഷൻസും ഒരുപാട് ഈവൻ ലൈക്ക് ഫേക്ക് പ്രോഡക്ട്സും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ജെനുവിനായിട്ട് അറിയാൻ പറ്റത്തില്ല. പിന്നെ ഈ പ്രൊഫഷണൽ പ്രോഡക്ട്സിനകത്ത് ഒരു പ്രൊഫഷണൽ ഹെയർ ഡ്രസ്സേഴ്സിൻ്റെ, ഓക്കെ, ഈവൻ ഓരോ കമ്പനീസും ഹെയർ ഡ്രസ്സേഴ്സിന് ഇൻഡിവിജ്വൽ ട്രെയിനിങ്സ് കൊടുക്കും. അതിൽ നിന്നാണ് അവർ ഈവൻ ഈ ഹെയർ കളർ എങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ള ടെക്നിക്സും കാര്യങ്ങളും എല്ലാ കമ്പനീസാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഈവൻ കമ്പയർ ടു ഒരുപാട് ഡെവലപ്പേഴ്സ്, ഓക്സിജൻ ലൈക്ക് ഡെവലപ്പേഴ്സ് ഒക്കെ ഈവൻ പ്രൊഫഷണൽ കളേഴ്സിലുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഹെയർ കളർ അച്ചീവ് ചെയ്യാനായിട്ട് ഏത് ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യണം എന്നൊക്കെ നമുക്കൊരു എക്സ്പേർട്ടിന് മാത്രമേ പറ്റത്തുള്ളൂ. അതുമല്ലാതെ ഈവൻ ഈ ഒരു കാര്യം പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബോക്സ് കളർ മേടിച്ചിട്ടൊരു ലൈക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കളർ മേടിക്കുവാണെങ്കിൽ നമ്മൾ റെഗുലർ യൂസ് ഒരുപാട് നാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹെയറിൻ്റെ ലൈഫും ഈവൻ ആ ഒരു നാച്ചുറൽ ഷൈനിങ്ങും ഇതെല്ലാം ഹെയറിൽ നിന്ന് പോകുന്നതായിട്ടാണ്. പക്ഷേ ഈ പ്രൊഫഷണൽ കളേഴ്സ് ആകുമ്പോഴത്തേക്ക് അങ്ങനൊരു പ്രോബ്ലംസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ മാക്സിമം നമ്മൾ ഈവൻ സലോൺസിൽ പോയി തന്നെ ചെയ്യുക, അല്ലാതെ നമ്മൾ ഈ ഓൺലൈൻ വഴി പ്രോഡക്ട്സ് ഒന്നും മേടിക്കരുത്. വെച്ചാൽ എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഓക്കെ സാർ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഹെയർ കളറിങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ കളർ ചെയ്യുന്നതിന് മുൻപും അതിന് ശേഷവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൊടുക്കേണ്ട കെയർ എന്തൊക്കെയാണ്? ഈവൻ നമ്മൾ കളറിങ് വെച്ചാൽ ഞാനിപ്പോൾ പ്രൊഫഷണൽ കളേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഏതൊരു പ്രൊഫഷണൽ കളേഴ്സും നമ്മളിപ്പോൾ ചൂസ് ചെയ്യുന്നത് പെർമനന്റ് കളേഴ്സ് ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന കളേഴ്സ് അല്ലെങ്കിൽ ഒരു കളേഴ്സ് എന്ന് വെച്ചാൽ സെമി പെർമനന്റ് കളേഴ്സ് ആയിരിക്കും. വെച്ചാൽ അതിൻ്റെ ഒരു യൂഷ്വലി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഈ ജെറ്റ് ബ്ലാക്ക് പോലുള്ള ഷെയ്ഡ്സ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ പ്രൊഫഷണൽ കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യൂട്ടിക്കിൾ ഓൾറെഡി ഈ ഓവർ കോട്ടഡ് ആയിരിക്കും.
അപ്പോൾ നമ്മൾ ഈ ഒരു പെർമനൻറ്റ് കളേഴ്സ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ കോട്ടക്സിലാണ് യൂഷ്വലി വർക്ക് ചെയ്യുന്നത്. ഹെയറിൻ്റെ തേർഡ് സെക്കൻഡ് ലെയേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നല്ല രീതിയിൽ പെനിട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ കളറിങ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ക്ലയൻസ് ഒരു 5 days കഴിയുമ്പോൾ അയ്യോ കളറിങ് ചെയ്തിട്ട് കളർ ഫെയ്ഡായി, അല്ലെങ്കിൽ ആ ഒരു ഗ്രേ കവറേജ് ആയില്ല, ഈ ഒരു പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ ആൾക്കാരെല്ലാവരും ഹെന്ന എന്ന് പറയുന്നൊരു പ്രൊസീജിയർ ഉണ്ട്. വെച്ചാൽ ഹെന്ന ചെയ്യും, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹെന്ന എന്ന് വെച്ചാൽ അതും ഒരു നമ്മുടെ മൈലാഞ്ചിയുടെ കറയാണ്. അതും നമ്മുടെ ഹെയറിന് കൊടുക്കുന്ന ഒരു കോട്ടിങ്സ് ആണ്. ഓക്കെ, ഈ ഒരു കോട്ടിങ്സ് ഉണ്ടായപ്പോൾ നമ്മുടെ നാച്ചുറൽ ഷൈനിങ്, നാച്ചുറൽ ലസ്റ്റർ ഇതെല്ലാം ഹെയറിൽ നിന്ന് പോവും. ഓക്കെ, അപ്പോൾ അങ്ങനെ കളറിങ് ചെയ്യുന്ന ആൾക്കാർ ലൈക്ക് ഹെന്നയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 6 to 1 years കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് കളറിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ ഈ പാക്കറ്റ് കളേഴ്സ്, ഈ മെറ്റാലിക് കളേഴ്സ്, പൗഡർ ഫോമിലുള്ള കളേഴ്സൊക്കെ ചെയ്യുവാണെങ്കിലും ഓക്കെ, അതെല്ലാം ചെയ്യുവാണെങ്കിലും 6 to 1 year കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചില അത്രത്തോളം ആ ഒരു പിഗ്മെൻറ്റ്സ്, ആ ഒരു ഡെപ്പോസിറ്റ് നമ്മുടെ ഹെയറിൽ കാണും. അപ്പോൾ നമ്മൾ എത്ര പെർമനൻറ്റ് കളേഴ്സ് ചെയ്താൽ പോലും അത് നല്ല രീതിയിൽ ക്യാച്ച് ആവത്തില്ല. പിന്നെ ഈ പ്രൊഫഷണൽ കളേഴ്സിൻ്റെ ഒരു ടെക്നോളജി എന്ന് വെച്ചാൽ അത് കോസ്മെറ്റിക് കെയർ ആണ്. മോർ അബൌട്ട് ഹെയറിന് ഡ്രൈനെസ് വരുത്തില്ല, ഇവൻ സ്കാൽപ്പ് കംഫർട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇവൻ ഏറ്റവും സേഫസ്റ്റ് ആ ഒരു മെത്തേഡായിരിക്കും. പിന്നെ കളറിങ്ങിൻ്റെ കൂടെ പറയുവാണെങ്കിൽ ഇവൻ കെമിക്കൽ സർവീസിന് എന്താണെങ്കിലും നമ്മൾ വെർജിൻ ഹെയറിനെ ട്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടി ഒരുപാട് എക്സ്ട്രാ കെയർ എടുത്ത് വേണം ഒരു കെമിക്കലി ട്രീറ്റഡ് ഹെയർസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ. ഓക്കെ, കളറിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ മോയ്സ്ചറും ലൈക്ക് ഹൈഡ്രേഷനും ഈവൻ കളർ ഫേഡേജ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ആഫ്റ്റർ കളർ ഷാംപൂസും കണ്ടീഷണേഴ്സും സിറംസ് എല്ലാം ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുക. ഇപ്പോൾ സലൂൺ റേഞ്ചിലോട്ട് വരുവാണെങ്കിൽ സ്കാൽപ്പ് ആൻഡ് ഹെയർ നറിഷിംഗ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഒരു കളറിങ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്കാൽപ്പ് നറിഷിംഗ് ട്രീറ്റ്മെൻറ്റോ ഹെയർ നറിഷിംഗ് ട്രീറ്റ്മെൻറ്റ്സോ ചെയ്യണം. വെച്ചാൽ അതിനാണല്ലോ ഇപ്പം എക്സ്പ്രസ്, ഇപ്പോൾ ഒരാൾക്ക് സമയമില്ല, ഒരു 10 minutes സലൂണിനുള്ളൂ. ഓക്കെ, 10 minutes കേസ് ഉണ്ട്, അല്ലാതെ 45 minutes കേസ് ഉണ്ട്, 1 hour കേസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിലുള്ള സ്കാൽപ്പ് ആൻഡ് ഹെയർ നറിഷ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഇത് എല്ലാം യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഹെയർ ഒരുപാട് ഡ്രൈയിലോട്ട് പോകരുത്, ഒരുപാട് ഫ്രിസി ആവരുത്, ഒരുപാട് ബ്രേക്കേജ് വരരുത്. പിന്നെ നമ്മുടെ നാച്ചുറൽ ഷൈനും ലസ്റ്ററും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആഫ്റ്റർ കെയർ പ്രോഡക്ട്സും ആഫ്റ്റർ കെയർ സർവീസും നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ കളറിങ് ചെയ്യുന്നതിനെ പോലെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത്. അപ്പം യൂഷ്വലി അത് ആരും ഫോളോ ചെയ്യാറില്ല. പിന്നെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴത്തേക്ക് എല്ലാവരും പിന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ ചില ഇനിഷ്യലി നമ്മൾ ചെയ്യണം കാര്യങ്ങൾ. എന്നുവെച്ചാൽ ഒരു കേടായ സാധനം പിന്നെ അത് ബാക്ക് ടു നോർമലാക്കുക വെച്ചാൽ വെരി ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മൾ ഇന്നൊരു കളറിങ് ചെയ്താൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏതൊരു സർവീസും നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹെയറിന് കുറച്ചും കൂടെ ലൈഫ് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും. ആ ഒരു ഡാമേജും കാര്യങ്ങളും നമുക്ക് ഹെയറിന് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ നല്ല ഹെൽത്തി ഹെയർ നമ്മൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്. അപ്പോൾ പ്രോഡക്ട്സ് യൂസേജും നിങ്ങളുടെ ആഫ്റ്റർ കെയർ പ്രോഡക്റ്റ് യൂസേജും ചെയ്യുന്ന പ്രോഡക്ട്സ് എന്താണെന്ന് എല്ലാവരും അറിയണം. പിന്നെ ഏത് സലോൺസിൽ കളേഴ്സ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ ഏത് കളർ ഷെയ്ഡാണ് യൂസ് ചെയ്ത്, ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്തതെന്നല്ല, ഇതെല്ലാം നിങ്ങളൊരു ചെറിയൊരു നോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് ഈവൻ സേവ് ചെയ്തിടുക. എന്നുവെച്ചാൽ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ മേ ബി ഇന്ന് എറണാകുളത്തായിരിക്കും, നാളെ ഞാൻ മേ ബി ബോംബെയിലോട്ടോ ബാംഗ്ലൂരോട്ടോ പോകും. പക്ഷേ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഈവൻ അവർക്ക് നമുക്ക് ഒരു ഐഡിയ ഉണ്ട്. എൻ്റെ ഹെയർ കളറിൽ ഞാനിപ്പോൾ ഡാർക്ക് ബ്രൗൺ ഹെയർ കളേഴ്സാണ് ചെയ്തത്. അപ്പോൾ ഞാനിപ്പോൾ വേറൊരു സലോണിൽ പോവുകയാണെങ്കിൽ ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ സ്റ്റൈലിസ്റ്റിന് കുറച്ചും കൂടെ ഈസി ആവും. പിന്നെ ഞാൻ എന്ത് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ അവരുടെ ജോബ് ഈസി ആവും. അപ്പോൾ ഇതെല്ലാം എല്ലാവരും ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. താങ്ക് യു സോ മച്ച് സർ, നമ്മുടെ കളറിംഗ് ഡൗട്ട്സ് ഇന്ന് ക്ലിയർ ചെയ്തതിന്. ബൈ ദ വേ, നമ്മളിന്ന് ചെയ്ത ഹെയർ കളറിംഗ് അല്ലേ? യെസ്, ഞാനിന്ന് നമ്മുടെ മോഡൽ എഡിസൺ ആണ്. എഡിസൺ ഇത്രയും നേരം നമ്മുടെ കൂടെ ഈ വീഡിയോ ചെയ്യാൻ ഒരു സ്പെഷ്യൽ താങ്ക് എഡിസൺ. അപ്പോൾ ഇന്ന് എഡിസന്റെ ഹെയറിൽ ചെയ്ത് നമ്മൾ ഗ്രേ കവറേജ് ആണ്. ഗ്രേ കവറേജിലും യൂഷ്വലി ഗ്രേ ഹെയർസിന് വേണ്ടിയിട്ട് നമ്മൾ കളർ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഷെയ്ഡ് നമ്പർ 4 ആണ് ഞാൻ എഡിസന്റെ ഹെയറിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് ഭരത്താണ് ഈ ഹെയർ കളർ ചെയ്തേക്കുന്നത്. താങ്ക് യു ഭരത്. എൻ്റെ കളറിൻ്റെ ഡൗട്ട്സ് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. എനിക്ക് ഇനിയും ഡൗട്ട്സ് ഉണ്ട് സ്കിൻ കെയറിനെ പറ്റിയും ഷാംപൂവിനെ പറ്റിയും. അതുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഉടൻ വരുന്നതായിരിക്കും. Until then, this is Rahul Anand, Dilina, Bharat signing off.